എല്ലാവർക്കും നമസ്കാരം. ദേവപ്രിയ MP എന്ന് പറയുന്ന ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ദേവപ്രിയ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ദേവപ്രിയയുടെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയൊന്നും വേണ്ട. ഞാൻ പ്രധാനപ്പെട്ട ഒരു വീഡിയോ വെക്കാൻ വേണ്ടി വന്നേ. മറ്റാരുടെ അല്ല, എൻ്റെ ഒരു സുഹൃത്താണ് അതുൽ വ്ലോഗ്സ് എന്ന് പറയും. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്, നല്ല കൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അറിയാം, ഈ അടുത്ത സമയത്ത് ബിഗ് ബോസ് കണ്ടവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. കോണ്ടന്റ് വരുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഇപ്പൊ അനുമോളെ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അനുമോളെ ശരിക്കും അനുമോളെ A to Z കാര്യങ്ങൾ എടുത്ത് ഞാൻ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ എൻ്റെ ആ വീഡിയോ വെച്ചിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മിസ്റ്റേക്കുകൾ, നീ എങ്ങനെയാണ് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. അതൊരു കോണ്ടന്റ് ആണ്. അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അപ്പോൾ ഇന്നലെ ദേവിപ്രിയയുടെ ഒരു വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 19 വരൻ 31 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അങ്ങോട്ട് തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോവാം. അതിനു മുമ്പ് ആ ന്യൂസ് ഒന്ന് ഞാൻ വെച്ച് തരാം. ഏത് ദേവപ്രിയയുടെ അവള് ഇഷ്ടമുള്ള ഒരുത്തൻ്റെ കൂടെ പോയെന്നും പറഞ്ഞ് ആകാശം ഒടിഞ്ഞു വീഴാനൊന്നും പോകുന്നൊന്നുമില്ല. ഈ 19 വയസ്സുകാരിക്ക് എന്താ 31 വയസ്സുകാരനെ കെട്ടിക്കൂടെ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇട്ടിട്ട് പോയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ വെക്കാം. ചില ആൾക്കാരുടെ ഒരു തോന്നലുണ്ട്, പഴയ ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഇത്രയും ഏജ് ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇനി ഭാവിയിൽ അതൊക്കെ ചിലപ്പോൾ ഒരു പ്രശ്നമായി വന്നാലോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാർ, പല കാര്യങ്ങളിലും ഏജ് ഒരു വിഷയമായിട്ട് വന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും അതൊരു പ്രശ്നമില്ലെങ്കിൽ പോട്ടെ, അവൻ്റെ വീട്, അവർക്കതൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്താ ഇത്ര കടിയെന്ന് ചോദിച്ചാൽ എന്താ? ഞാൻ അങ്ങനെ പറയും. ഈ ഒരു കേസ് കേട്ടില്ല. ഓക്കെ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ കൊച്ചിൻ്റെ കോണ്ടന്റ്, ഈ പറയുന്ന അമ്മാവന്മാരെ എടുത്തിട്ട് പണിയുന്നതും നല്ല കോണ്ടന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ അവിഹിതത്തിനൊക്കെ പോകുന്ന ആൾക്കാരുടെയും, പിന്നെ അതുപോലെ തന്നെ അമ്മാവന്മാർ അപ്പുറത്തെ വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കുന്നതിൻ്റെയും ആ ഒരു രീതിയിലെ കോണ്ടന്റ് ഒക്കെ കൂടുതൽ കൊച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബുദ്ധിയില്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായി, ഈ പുറമെ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളതെന്നൊക്കെയുള്ള രീതിയിൽ കുറേ ആൾക്കാർ അങ്ങനെ ഈ കൊച്ചിനെ ശരിക്കും വിമർശിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് അതുലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നത്. എന്തായാലും അതുൽ എൻ്റെ സുഹൃത്താണ്. ഞാൻ എന്താ പറയുക, അതുലേ ഇത് കാണുവാണെങ്കിൽ നീ എന്നോടൊന്നും തോന്നുകയൊന്നും ചെയ്യരുത്. ഞാൻ എൻ്റെ കോണ്ടന്റാണ് ചെയ്യുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ എൻ്റെ കൂട്ടുകാരനെ എല്ലാം പറയുന്നത് ശരിയാണെന്ന് പറയാനൊന്നും എനിക്ക് വലിയ പറ്റത്തൊന്നുമില്ല. ഓക്കെ, എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. വിവാഹത്തിന് പിന്നാലെ വിശദീകരണവുമായി മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ. വിവാഹത്തിന് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രതികരണം. ദേവപ്രിയയുടെ വിവാഹത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായി പെൺകുട്ടി രംഗത്ത് വന്നത്. ഡിസംബർ 17 മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും 19-കാരിയും നിയമവിദ്യാർത്ഥിനിയുമായ ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു K മനോജുമായി വിവാഹിതയായത്. പിന്നാലെ വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു. ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രിയയുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത്. ദേവപ്രിയയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ്. കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. 19 വയസ്സ് വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല. 31 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്നത്. അപ്പം ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ദേവിപ്രിയയുടെ ബ്രദറാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്താ പറയണ്ടേ, കുഞ്ഞുമങ്ങൾ പോയതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പോയത് എന്തായാലും നഷ്ടമാണ് വീട്ടുകാർക്ക്. ഇപ്പം വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് എന്താണ് എടുത്ത് ചാടിയെന്നൊന്നും പറയാനും പറ്റത്തില്ല. പുറമെ എല്ലാവർക്കും പറയാം എങ്ങനെ തകർക്കാൻ. ചില വീട്ടുകാരുടെ സ്വഭാവമുണ്ട്, മോളെ നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അമ്മ നടത്തി തരാം, മോളിപ്പോൾ പടി എന്ന് പറയുമ്പോൾ കീഴിക്കൂടിട്ട് ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട്. സത്യസന്ധമായിട്ട് പറയാം. എന്നിട്ട് ആ പയ്യൻ്റെ എന്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോ ദിവസം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഓരോന്ന് കാണിച്ചിട്ട് അറിയാം മോളെ ഇതാണ് സംഭവം, പക്ഷെ കുഴപ്പമില്ല, മോൾ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. രണ്ടാമത് കാണുമ്പോഴും ഇതിങ്ങനെ ഓരോരോ മോൾ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. മൂന്നാമത് 4ാമത് 5ാമത് തോന്നി ചെന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങളെ വിളിക്കരുത് എന്ന് പറയും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പെണ്ണുങ്ങളെ മനസ്സ് ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഇതാണ് ഇവരുടെ പരിപാടി. എന്നിട്ട് ഇവരൊരു സ്ക്രൂ ഇട്ടങ്ങ് മുറുക്കും. ആ ഒരു മുറുക്കി പെൺകുട്ടികളങ്ങ് വീണു പോകും. പിന്നെ ചെന്ന് പറ്റിയത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് അവൻ എന്താ ചെയ്ത് കുട്ടിയെന്ന് അറിയത്തില്ല. എന്തായാലും ഓക്കെ, അവരിപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ. ഇവിടുത്തെ വിഷയം ഇതല്ല. എന്തായാലും നമുക്ക് നല്ലവനായ ഉണ്ണിയുടെ നല്ലവനായ വർത്താനം ഉപദേശം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം.
ദേവപ്രിയ MP എന്ന് പറയുന്ന ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. 7.7 ലക്ഷം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. തന്റെ 19-ാം വയസ്സ് തനിക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതിന് വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുകഴ്ത്തി പറയുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സാധനം ഫീൽ ചെയ്തു. വേറൊന്നുമില്ല, 19 വയസ്സുള്ള ഈ പെൺകുട്ടി 31 വയസ്സുള്ള ഒരു യുവാവിനോടൊപ്പം ഒളിച്ചോടി. 19 വയസ്സുള്ള ലോ സ്റ്റുഡന്റ് 31 വയസ്സുള്ള സൈക്കോളജിസ്റ്റിന്റോടൊപ്പം ഒളിച്ചോടി. ഞാനിങ്ങനെ കിളി പറഞ്ഞിരിക്കുവോ, ഇതെന്താ ഇങ്ങനെ? സൈക്കോളജിസ്റ്റ് സാധാരണ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ നാട്ടിൽ അരിക്ക് വില കൂടിയതും പച്ചക്കറിക്ക് വില കൂടിയതിന്റെ ഒക്കെ ഒന്ന് സംസാരിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇവൻ ഇത് ഇത്ര വലിയ ആനക്കാര്യമായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവന്റെ ഈ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അല്ലേ, നാട്ടിൽ എത്ര വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാൻ ഞാനും ഈ പറയുന്ന ഇതിപ്പം സോഷ്യൽ മീഡിയ വന്ന കോണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ഇവന്റെ ഈ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് സത്യം പറഞ്ഞ ചിരിയാ വരുന്നത്. എന്തോ വലിയൊരു സംഭവം നടന്നെന്നുള്ള രീതിയില്ല. എന്താണ് വല്ല മിസൈൽ വല്ലതും വിട്ടോ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുവോ? വിഷമങ്ങളൊക്കെ മാറ്റിത്തന്ന് നമ്മളെ സൈക്കോളജി പരമായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത് മാറ്റി മറിക്കുന്ന ടീംസ് അല്ലേ ഇത്. ഒരുമാതിരി മറ്റെടുത്ത മോട്ടിവേഷൻ ആയിപ്പോയി ആ പെൺകുട്ടിക്ക് കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ന്യൂസ് കാണാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു കേസും കൂടി പറയാം. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേരൊക്കെ തോന്നും, നീ എന്തിനാണ് അവന്റെ കുടുംബത്തിൽ കയറി ഇടപെടുന്ന. ഞാൻ ഇടപെട്ടൊന്നുമില്ല, അവർ എന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പങ്കുവെച്ച്. പിന്നെ നമ്മൾ അതെടുത്ത് വെച്ച് അഭിപ്രായം പറയില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഒളിച്ചോട്ടം നമുക്ക് ക്യാൻഡിയുള്ള ഒരു പരിപാടിയാണ്. ഞാനത് സപ്പോർട്ട് ചെയ്യത്തില്ല. സ്വന്തം അപ്പനെയും അമ്മയും ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ട് ഓടുന്ന പരിപാടിയാണ് ഈ ഒളിച്ചോട്ടം. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലടേ. നമ്മളെ വളർത്തുന്ന നമ്മുടെ അപ്പനും അമ്മയ്ക്ക് നമ്മളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും അവരെ നമ്മൾ ദുഃഖിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ മക്കളെന്ന നിലയിൽ അതാണ് നിങ്ങൾ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ വീട്ടിലും ഫാമിലി ഉണ്ട്, അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. ഞാൻ എൻ്റെ ഒരു കറക്റ്റ് എൻ്റെ 22 വയസ്സ് വരെ ഇവർ പറയുന്ന കാര്യങ്ങൾ A to Z കാര്യങ്ങൾ അനുസരിച്ച ഒരു വ്യക്തി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും അങ്ങനെയല്ല എന്നല്ലേ പറയുന്നത്. ഞാനിപ്പം കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെട്ടി തുറന്ന് പറയും. അമ്മ ഇത് ശരിയല്ല, അച്ഛാ അത് തെറ്റാണ്, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, കാലം കുറച്ച് മാറിയിട്ടുണ്ട്, ഇപ്പോഴും ആ ഒരു ചിന്താഗതിയായിട്ട് നിൽക്കരുത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. കാരണം ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. തെറ്റ് കണ്ട അത് മക്കളും പറഞ്ഞു കൊടുക്കും. എല്ലാവരും പറയുന്ന കേട്ട് നിന്ന് നാളെ ഒരു കുടി ചാടരുത്. നാളെ നമ്മളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ അമ്മ പറയുന്നത് അവളെ അവിടെ കൊണ്ടുപോകണ്ട, അച്ഛൻ പറയുന്നത് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യരുത്, പെൺകുട്ടികളെ ജോലിക്ക് വിടരുത്, അങ്ങനെ ചെയ്യരുത്, മറ്റേത് ചെയ്യരുത്, മറിച്ചത് ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഇപ്പോൾ പറയുന്ന ഒരുപാട് പണ്ടുള്ള കാലത്തൊക്കെ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ അടുക്കള പണിയെ കൊണ്ട് നിർത്തും, പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ജോലി അതുമായിട്ട് പോകും. ഇപ്പോഴത്തെ അങ്ങനല്ല. എല്ലാ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയും പറയുന്നൊന്നും കേൾക്കരുത്. നമുക്ക് സ്വന്തമായിട്ടൊരു ഇത് വേണം. കാരണം നാളെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ അച്ഛൻ്റെ അമ്മനെ കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പിന്നെന്തിനാ ഇവരാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അല്ല, നമ്മൾ തന്നെ കൊണ്ടുവരുന്നത്, നമ്മളാണ് അവരെ നോക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ എന്താ ഇത് കാണുന്ന ചില ആൾക്കാർക്ക് മനസ്സിലായി കാണും. കാരണം ഈ വീട്ടുകാർ പറയുന്നത്, ഇപ്പം എൻ്റെ വീട്ടുകാരെല്ലാം പറയുന്നേടാ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ടെന്ന് പറയുന്നതൊന്നും ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. അങ്ങനെ വേണം. കാലം മാറി. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറഞ്ഞില്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് മൂന്നാമതൊരാൾ കയറി വീട്ടുകാരടുത്ത് പറയുകയാണെങ്കിൽ അത് ആണായാലും പെണ്ണാണെങ്കിലും ഞാൻ വായി തോന്നിയൊക്കെ വിളിച്ച് പറയും. ചിലപ്പോൾ കാലം വരെ താഴെ അടിക്കും. എൻ്റെ ഒരു രീതി അങ്ങനെ. ഈ അച്ഛനെ അമ്മയെ വിഷമിപ്പിക്കില്ല. അതിലൂടെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് അത്യം ചിരിയാണ് വരുന്നത്. എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചിട്ട് ഞാനിവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ദേഷ്യപ്പെടാത്ത വ്യക്തിയൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് നമ്മൾ അവരെ ബഹുമാനിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഞാൻ റിയൽ ലൈഫിൽ ഒരു 2-3 ദിവസം മുന്നേ നേരിട്ട് ഫേസ് ചെയ്തൊരു കാര്യം പറയാം. അതായത് എന്റെ വീട്ടില് ഒരു ഫാമിലി കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം വിളിക്കാൻ വന്ന സമയത്ത് അവര് കല്യാണം വിളിച്ചു. വളരെ ഇതായിട്ട് കല്യാണമൊക്കെ വിളിച്ച് കല്യാണത്തിന് പോകണമെന്നൊക്കെ, പിന്നെ ഉറപ്പായിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കല്യാണം വിളിക്കാൻ വന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് വന്നത്. അവസാനം ഇറങ്ങുന്ന സമയത്ത് ആ വ്യക്തിയാണെങ്കിൽ ഒരുമാതിരി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച്, എങ്ങനെ ഞാൻ അവളെ വളർത്തിയത്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേര് പൊട്ടിത്തെറിച്ച്. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് കിളിയടിച്ച് വണ്ടറടിച്ചത്. ഇതെന്താ ഇങ്ങനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ആ പെൺകുട്ടി ഒരു പയ്യനെ പ്രേമിച്ച് അങ്ങനെ അവസാനം വേറെ ആരെയും കെട്ടത്തില്ല എന്നുള്ള വാശി പുറത്ത് നിന്നുകൊണ്ട് അവസാനം ഗതികെട്ട്
ആ അച്ഛനും അമ്മയും ഇനി നാളെ അവളെ ഒളിച്ചോടി നാറുന്നതിനേക്കാളും ആ അച്ഛനും അമ്മയും അവളുടെ ഇഷ്ടത്തിന് ആ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ അപ്പന്റെ മാനസികാവസ്ഥ, അപ്പനെ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ തിന്നാതെ കുടിക്കാതെ ഉടുക്കാതെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വെച്ചിട്ട് ഞാൻ ഇത്രയും അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്റെ വാക്കിനൊരു വിലയില്ലാതെ ഇന്നലെ കണ്ടവനോട് ആ ഒരു സാധനം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എല്ലാ അപ്പനും അമ്മയ്ക്കും എല്ലാ മക്കളിലും പ്രതീക്ഷയുണ്ട്. നമ്മള് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്ന് പന്തലിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് നിൽക്കാതെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ മനുഷ്യരാ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്ന അത്ര വലിയ തെറ്റാണോ? നീ പ്രേമിച്ചിട്ടില്ലേ? നീ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? നീ ഒരാളെങ്കിലും ജീവിതത്തിൽ പ്രേമിച്ച് കാണുമല്ലോ. അപ്പൊ പ്രേമിക്കാൻ നേരത്ത് കുട്ടി ഐ ലവ് യു, അത് കഴിഞ്ഞിട്ട് നീ പറയാൻ പോകുന്നത് എന്താ? കുട്ടിയുടെ അച്ഛന് വിഷമമാവോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാവോ, അപ്പൂപ്പിന് വിഷമമാവോ? ഇങ്ങനെ ചോദിച്ചിട്ടാണോ നീ പ്രേമിക്കാൻ പോകുന്നേ? അല്ല, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. വിഷമമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പിന്തിരിയും, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ഇതിപ്പം പരസ്പരം ഇഷ്ടപ്പെടും. ചിലവരിങ്ങനെ വെയിറ്റ് ചെയ്യും, ചിലവർ അവനെ മതിയെന്നും പറഞ്ഞ് നിൽക്കും. നിന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇപ്പോൾ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തല്ലോ. എന്ത് സ്റ്റാറ്റസ്, എന്ത് മാങ്ങാ തൊലി മണ്ണാങ്കട്ടെ, എന്തിനാ ജീവിക്കുന്നത്? എന്തായാലും ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പേര്, പണം, പ്രശസ്തി ഇതൊന്നും കൊണ്ടല്ല വരുന്നത്. മരിക്കുമ്പോൾ ഇതെല്ലാം കൊണ്ടല്ല പോകുന്നത്. നമ്മുടെ ലൈഫാണ്. ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ആകാശം ഒടിഞ്ഞു വിടാനൊന്നും പോകുന്നൊന്നുമില്ല. ഇപ്പോൾ പേരൻസിന് വിഷമം ഉണ്ടെങ്കിൽ അവർ നല്ല രീതി, ഈ പറയുന്ന ആണും പെണ്ണും എന്താ പറയണ്ടേ, ഇപ്പോൾ കെട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ അച്ഛനും അമ്മയും. അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട്. മറ്റുള്ളവരൊരു ജീവിതത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതേ അനുഭവം നമുക്ക് വരുമ്പോഴേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോയുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കാം. കാണുന്ന തന്ത വൈബും തള്ള വൈബുള്ളവർക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യും. ആ മോൻ പറഞ്ഞത് ശരിയാണെന്ന് പറയും, നിനക്ക് സപ്പോർട്ട് കിട്ടും. പക്ഷേ അവരുടെ മക്കളുടെ ഫീലിങ്സും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് പറയണമെന്ന് തോന്നി. ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില മാതാപിതാക്കൾക്ക് തന്റെ മക്കളെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചിന്താഗതി കാണും. അങ്ങനെ മക്കളെ കൊണ്ട് അതിൽ പഠിപ്പിക്കാൻ ചേർക്കും. കഴിവില്ലാത്ത മക്കൾ തോറ്റ് പണ്ടാറടങ്ങും. അത് വേറൊരു കേസ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ഒളിച്ചോട്ടം, ഇതുപോലത്തെ കോപ്പിലെ പരിപാടികളൊക്കെ ചെയ്യാതെ ഇരുന്നൂടെ? സ്വന്തം അപ്പനെയും അമ്മയും കുടുംബത്തിനെയും ചെളിവാരി അടിച്ചുകൊണ്ട് നാണം കെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു നിമിഷത്തെ എടുത്തു ചാട്ടം കാരണം ഉണ്ടാക്കി വെക്കുന്ന പുകിലുകൾ ഒരിക്കലും ഒളിച്ചോട്ടത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് കാരണം എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെന്നറിയാമോ? എത്ര അപ്പനും അമ്മയും ഈ ലോകം വിട്ട് വിട പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? അത് നിങ്ങൾക്കിപ്പൊ മനസ്സിലാവത്തില്ല പിള്ളേരെ. നാളെ നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെ സ്റ്റേജിൽ നിങ്ങളെത്തും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതും ഇന്നത്തെ 2K പിള്ളേരൊക്കെ വേറെ ലെവലിൽ ചിന്താഗതിയൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എങ്കിൽ കൂടി ഒരു അച്ഛനും അമ്മയൊക്കെ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റും. പക്ഷെ എല്ലാം അങ്ങനെ കാണരുത്. ഒരേ കണ്ണുകൊണ്ട് എല്ലാം കാണുകയൊന്നും ചെയ്യരുത്. എന്ന് വെച്ച് ഇപ്പോഴത്തെ 2K പിള്ളേർ നല്ലതാണ്, ഡാനി അവർക്ക് വേണ്ടി അങ്ങനെയൊന്നും അല്ല. തെറ്റ് ചെയ്യുന്ന ഒരുപാട് പിള്ളേരും ഉണ്ട്. തെറ്റ് ചെയ്യുന്ന ഒരുപാട് പിള്ളേരും കാര്യങ്ങളും ഉണ്ട്. എവിടെയെങ്കിലും ചെന്നൊരു പണി കിട്ടുമ്പോൾ അത് മനസ്സിലാക്കണം. ഒരുത്തി എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുണ്ടെങ്കിൽ അടുത്ത് ഇപ്പുറത്ത് പിടിക്കും. എന്ന് വെച്ചാൽ ചില പെൺപിള്ളേരുടെ രീതി 200 രൂപ ഇവിടുന്ന് പിടിക്കുക, 200 രൂപ ഇവിടുന്ന് പിടിക്കുക, അങ്ങനെ 600 രൂപ കിട്ടും. 3 പേരുണ്ടെങ്കിൽ 200 രൂപ വെച്ച് മേടിച്ച് അങ്ങനെ പോയി ഡ്രസ്സ് എടുക്കുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി എന്താ പറയണ്ടേ, ഉപദേശിച്ച് കൊടുക്കേണ്ടവരൊക്കെ ഉപദേശിച്ച് കൊടുക്കും. പോയി ചാടുന്നെങ്കിൽ ചാട്ടെ, പള്ളിയല്ല. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? അങ്ങനെ ഉള്ളൂ. കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ആ കൊച്ചു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടെ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞു. അതിന് ഇത്രമാത്രം വലിയ പ്രസംഗിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അവളിപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാം വീട്ടുകാർ ഇഷ്ടം മാത്രമായിട്ട് മുന്നിട്ട് പോവുകയാണെങ്കിൽ നാളെ ഒരു പെണ്ണിനെ നീ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ അപ്പനും അമ്മയും പറയും വെളി ഇറക്കാൻ പറ്റത്തില്ല, അവിടെ ഇറക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ്, ഇവിടെ പഠിപ്പിക്കാൻ വിടാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടുത്തെ ഒന്നും എഴുതി തരത്തില്ലെന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യും? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഇതിൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങൾ പറയുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു.